നമസ്കാരം. ഇതുപോലെ ഇരട്ടപ്പേരുകൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഇന്നലെ മുതൽ മറ്റൊരു ഇരട്ടപ്പേർ കൂടി വന്നിരിക്കുന്നു. അന്നം മുടക്കി വിജയൻ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ഇന്നും നമുക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെയൊക്കെ കിട്ടി, ഇന്നലെ വരെയും കിട്ടി. ഞങ്ങൾ ഇല്ല പറയില്ല, ഇന്നലെ വരെ ഇഷ്ടം പോലെ കിട്ടി. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. നമുക്ക് എന്താ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു അരി കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി. വേറെ ഒരു സാധനം വേണ്ട ഞങ്ങൾക്ക്. ഒരു വയറ് ഒന്ന് നിറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എന്താടാ ബാല ചാടണേ? മർമ്മത്ത് വല്ല തട്ടും കിട്ടിയോ? ആ ശരിക്കും തട്ടി. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ തോന്നിയ പോലെ ചെയ്യാ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ്. ഒരു ചറ്റയ്ക്ക് മറ്റൊരു ചറ്റയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. ഞങ്ങളൊക്കെ എന്ത് കാട്ടു? ഞങ്ങളൊക്കെ മണ്ണുവാരി തിന്നാൻ പറ്റുമോ? ഇവരൊക്കെ ചിന്തിക്കണ്ടേ? നാട്ടുകാരെന്നെ ഇപ്പൊ അരണ അബ്ദു എന്നാണ് വിളിക്കാറ്. അതെ അതെ. എത്ര ഇടി വെട്ടണു, അതിലൊരെണ്ണം. വയനാട്ടിലെ ഉരുൾപൊട്ട ദുരന്തത്തിന്റെ ഗുണഫലങ്ങളെല്ലാം തനിക്കും തന്റെ പിണിയാളുകൾക്കും കിട്ടണം എന്ന വാശിയിൽ സുമനസ്സുകൾ അവിടെ എത്തി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് പാരവയ്ക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടരും രംഗത്തിറങ്ങിയതോടെയാണ് ഏറ്റവും ഒടുവിൽ നാണം കെട്ട പാര പണിതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന പേരിലുള്ള സന്നദ്ധ വിഭാഗം സൗജന്യമായി ദുരന്തബാധിത മേഖലയിൽ കൊടുത്തുകൊണ്ടിരുന്ന അന്നം മുടക്കിയാണ്. കുളത്തി ചൂണ്ടായിട്ട് കുസൂറിന് കൊതി തീർന്നിട്ടില്ല. എന്നാൽ ഇന്നലെ മുതൽ പിണറായിയുടെ പോലീസ് അതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ കുറെ അധികം ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന അറിയിപ്പ് വന്നതിനെ തുടർന്ന് ഭക്ഷണവുമായി പോയ വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയേഴ്സിനെ പോലീസ് തടയുന്നു. ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? കള്ളന്മാരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു. പ്രേതെന്നും ഭൂതെന്നൊക്കെ പറഞ്ഞ് ഓരോമാര് തറവാട്ടി കയറി നടക്കണ കാണില്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. ഈ കുറുന്തോട്ടിയും കൊണ്ട് നീ ഇവിടെ കയറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ജയിക്ക് ചിന്തയേറെഹിം വെള്ളപൂച്ചി തോൽക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മളെറിഞ്ഞ ക്യാപ്സൂളുകൾ ചാനലുകാർ തൂത്തുവാരി വേസ്റ്റ് കൊട്ടയിലിട്ടിതാ. ലാൽ സലാം ലാൽ സലാം.